എറണാകുളം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കി ബോബി ചെമ്മണ്ണൂരുമായി പോലീസ് വാഹനം കാക്കനാട്ടെ ജയിലിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടെ ആരാധകരെന്ന വ്യാജേന നടന്നത് ഗുണ്ടായിസം. പോലീസ് വാഹനം തടഞ്ഞായിരുന്നു പ്രതിഷേധം. ആശുപത്രിക്ക് മുന്നിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. ബോബിക്ക് ഒപ്പമുള്ളവർ പോലീസ് വാഹനം തടയാൻ ശ്രമിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടായി. എന്നിട്ട് പോലീസിന്റെ ഗുണ്ടായിസമെന്ന് ആരോപിക്കുകയും ചെയ്തു. ആശുപത്രിയിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനിടെ പോലീസ് ജീപ്പിന് മുന്നിൽ ചാടി ജീപ്പിൽ അടിക്കുകയും തടയുകയും ചെയ്തത് ബോച്ചെ ഫാൻസ് എന്നാണ് മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. എന്നാൽ ഈ ഗുണ്ടായിസത്തിന് നേതൃത്വം നൽകിയത് ബോച്ചയുടെ അടുത്ത കൂട്ടാളിയായ സ്വാതി റഹീമാണ്. സ്വാതി റഹീം 2023 നിക്ഷേപ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ വ്യക്തിയാണ്. ചലച്ചിത്ര താരങ്ങളുടെ വിശ്വസ്തനായിരുന്നു ഈ തൃശൂർ സ്വദേശി. ഓൺലൈൻ ലേല സ്ഥാപനമായ സേവ് ബോക്സിന്റെ ഉടമയായിരുന്ന സ്വാതി റഹീം സേവ് ബോക്സിന്റെ ഫ്രാഞ്ചൈസി നൽകാമെന്ന് പറഞ്ഞ് ഒട്ടേറെ പേരിൽ നിന്നായി നിക്ഷേപങ്ങൾ വാങ്ങി തട്ടിച്ചുവെന്നായിരുന്നു 2 വർഷം മുമ്പത്തെ പരാതി. മാസം 25 ലക്ഷം രൂപ വരെ ലാഭം വാഗ്ദാനം ചെയ്താണ് സ്വാതി റഹീം നിക്ഷേപങ്ങൾ സ്വീകരിച്ചിരുന്നത്. എന്നാൽ ആർക്കും ലാഭവിഹിതമോ മുടക്കിയ പണമോ ലഭിച്ചിട്ടില്ല. ഇതോടെയാണ് പരാതികൾ ഉയർന്നു വന്നത്. പലതും മധ്യസ്ഥം പറഞ്ഞ് തീർക്കാനായിരുന്നു ശ്രമം. തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനിൽ മാത്രം 3 കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ഓൺലൈൻ ലേലം നടത്തുന്ന സ്ഥാപനമാണ് സേവ് ബോക്സ്. ഇതേ പേരിൽ മൊബൈൽ ആപ്പും പുറത്തിറക്കിയിരുന്നു. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കുറഞ്ഞ വിലയിൽ ഓൺലൈൻ ലേലത്തിലൂടെ സ്വന്തമാക്കാമെന്നായിരുന്നു കമ്പനി വാഗ്ദാനം. ഈ ലേലത്തിൽ പങ്കെടുക്കാനായി സേവ് ബോക്സ് നൽകുന്ന വിർച്വൽ കോയിനുകൾ പണം കൊടുത്ത് വാങ്ങണം. ഈ കോയിനുകൾ ഉപയോഗിച്ചായിരുന്നു ലേലം. സിനിമാ താരങ്ങളുമായി അടുപ്പം പുലർത്തിയിരുന്ന സ്വാതി റഹീം ഈ ബന്ധങ്ങളും തട്ടിപ്പിന് ഉപയോഗിച്ചതായിട്ടാണ് വിവരം. സേവ് ബോക്സിന്റെ ലോഞ്ചിങ് വലിയ പരിപാടിയായി തൃശൂരിൽ നടത്തിയിരുന്നു. ഒട്ടേറെ സിനിമാ താരങ്ങൾ പങ്കെടുത്ത പരിപാടിയിൽ പുതിയ ഐഫോണുകൾ എന്ന പേരിൽ സിനിമാ താരങ്ങൾക്ക് നൽകിയ സമ്മാനം തട്ടിപ്പായിരുന്നു. ആളുകൾ ഉപേക്ഷിച്ച ഐഫോണുകൾ പൊടിതട്ടി പുതിയ കവറിൽ നൽകിയാണ് അന്ന് ചലച്ചിത്ര താരങ്ങളെ പറ്റിച്ചത്. സേവ് ബോക്സിന്റെ പേര് പറഞ്ഞ് ഒട്ടേറെ സിനിമാ താരങ്ങളുമായി സ്വാതി ബന്ധം ഊട്ടിയുറപ്പിച്ചു. നിക്ഷേപ തട്ടിപ്പുകാരൻ പ്രവീൺ റാണ സ്വാതിയുടെ പക്കൽ നിന്ന് 5 ലക്ഷം രൂപ നിക്ഷേപമായി വാങ്ങിയിരുന്നു. സ്വാതിയുടെ വാക്സാമർത്ഥ്യത്തിൽ വീണ പണം നിക്ഷേപിച്ചവരായിരുന്നു ഭൂരിഭാഗവും. ചുരുങ്ങിയ കാലം കൊണ്ട് വൻകിട ബിസിനസ്സുകാരായി മാറിയെന്ന് പറഞ്ഞ് മോട്ടിവേഷൻ ക്ലാസുകളും സംഘടിപ്പിച്ചിരുന്നു. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അടക്കമുള്ള വിഷയങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കുൾപ്പെടെയാണ് ഇയാൾ ക്ലാസ് എടുത്തിരുന്നത്. പിന്നീട് ഇയാൾ ബോച്ചയുടെ വിശ്വസ്തനായി മാറുകയായിരുന്നു. എന്തായാലും ബോച്ചയെ ഇന്നലെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ രാത്രിയോട് കൂടിയാണ് റിമാൻഡ് ചെയ്തത്. നടി ഹണി റോസ് നൽകിയ പരാതിയെ തുടർന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.